हरि ओम। ओम सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शांताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभांगं लक्ष्मीकान्तं कमलनयनं योगिहृद्ध्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. ഇന്ന് നമ്മളെടുക്കുന്ന രണ്ട് ശ്ലോകങ്ങൾ വായിക്കുന്നത് 94-ും 95 കേട്ടോ. 94-ും 95 ശ്രദ്ധിച്ചു വായിക്കൂ. വിഹായ സഗതിർജ്യോതി സുരുചിർഹുതഭുക് വിഭൂ രവിർവിരോചന സൂര്യ സവിതാരവിലോചന അനന്തോ ഹുതഭുക്ഭോക്ത സുഖദോ നൈകജോഗ്രജ അനിർവിണ്ണ സദാമർഷി ലോകാധിഷ്ഠാനമത്ഭുത. ഇന്നത്തെ നാമം ഒരു പ്രത്യേക ശ്ലോകമാണെന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. അത് 94-ാമത്തെ ശ്ലോകമാണ്. വിഹായസഗതിർ ജ്യോതി എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങളാണ് ഇത്. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ 10 നാമങ്ങളാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. 10 നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത്. വിഹായസഗതിർ എന്ന് മുതൽ തുടങ്ങിയിട്ട് രവിലോചന എന്ന് പറഞ്ഞ വരെ 10 നാമങ്ങളാണ്. ഇതൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ 10 നാമങ്ങളും സൂര്യഭഗവാന്റെ പര്യായം കൂടിയാണ്. ഇത്രയധികം അങ്ങനെ ഒരേ ദേവൻ്റെ പര്യായം വരുന്ന ശ്ലോകങ്ങൾ ഇത്രയധികം വിഷ്ണുസഹസ്രനാമത്തിൽ കാണില്ല. അപ്പോൾ സൂര്യഭഗവാനുള്ള പ്രാധാന്യം എന്താണെന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. മനസ്സിലായില്ലേ? ഒന്ന്. പിന്നെ വേറെ ഒരു കാരണം നമുക്ക് ചിന്തിച്ചെടുക്കാവുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഭീഷ്മർ ശരശയ്യയിൽ കിടക്കുകയാണ്. മനസ്സിലായോ? അദ്ദേഹം ഉത്തരായനെ കാത്ത് കിടക്കുക. സൂര്യൻ ദക്ഷിണായത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്കുള്ള യാത്ര തുടങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അദ്ദേഹം പുണ്യകാലത്തിന്. അപ്പോൾ അതിൻ്റെ സൂര്യൻ്റെ അനുഗ്രഹം തന്നെ വേണം ഭഗവാനെ. സൂര്യൻ്റെ അനുഗ്രഹം തന്നെ വേണം ഭീഷ്മർക്ക്. അതുകൊണ്ട് സൂര്യനെക്കുറിച്ച് ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ കുറേ നാമങ്ങൾ സൂര്യനെക്കുറിച്ച് പറഞ്ഞു. അതൊക്കെ ഭഗവാനും ചേരുന്ന നാമങ്ങളാണ്. കാരണം സൂര്യനും ഭഗവാനും രണ്ടല്ല, സൂര്യനാരായണനാണ്. മനസ്സിലായില്ലേ? അത് കാരണം ഈ 10 നാമങ്ങളും സൂര്യൻ്റെ പര്യായം കൂടിയാണ്. ബ്രഹ്മ അല്ലെങ്കിൽ പരബ്രഹ്മത്തിൻ്റെ ഭഗവാന്റെ ഒക്കെ പര്യായങ്ങളുമാണ്. അപ്പോൾ അതാണ് ഈ ശ്ലോകത്തിനുള്ളൊരു കുറച്ച് പ്രത്യേകത. നോക്കാം. വിഹായസഗതി. വിഹായസഗതി എന്ന് വെച്ചാൽ ആകാശ സഞ്ചാരി എന്നർത്ഥം. അങ്ങനെ അർത്ഥം പറയേണ്ട. വേറൊരർത്ഥം എന്താ പറയുക, കമൻറ്റേറ്റേഴ്സ് പറയുന്നത് വിഷ്ണുപദം എന്നൊരർത്ഥം പറയുന്നുണ്ട്. വിഷ്ണുപാദമല്ല, വിഷ്ണുപദം. വിഷ്ണുപദം എന്നൊരു സ്റ്റാറ്റസ് ഉണ്ടെന്നാണ് പറയുന്നത്. വിഷ്ണുപാദത്തിൽ എത്തിയവരെയൊക്കെ വിഷ്ണുപദത്തിലേക്ക് മാറ്റും. അതുകൊണ്ടാണ് അത്ര വിഷ്ണുപദം എന്ന് പറയാൻ കാരണം. ഭഗവാനിൽ ചെന്ന് അർപ്പണ മനോഭാവത്തോടുകൂടി ചെന്ന് അവിടുത്തെ കാക്കിൽ വീണ് കഴിഞ്ഞാൽ, മനസ്സും ബുദ്ധിയൊക്കെ കാക്കിലെത്തി കഴിഞ്ഞാൽ അതിനെടുത്ത് വിഷ്ണുപദത്തിൽ സ്ഥാപിക്കുന്നതാണ്. അപ്പം അത് വിഷ്ണുപദം ഒരു സ്റ്റാറ്റസാണത്, ഒരു ഏരിയയാണ്. സപ്തർഷി മണ്ഡലത്തിൻ്റെ ഉത്തര ദിശയിൽ, ഉത്തരം മീൻസ് വടക്ക മീൻസ് നോർത്ത് മീൻസ് അപ്പ്, ഊർധ്വത്തിൽ കിടക്കുന്നതെന്നർത്ഥം. അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഭാഗമാണ് വിഷ്ണുപദം എന്ന് പറയുന്നത്. സപ്തർഷിമാരെക്കാൾ കൂടുതലുള്ള ഒരു ഗ്രേഡ്. ജീവൻ മുക്തരായിട്ടുള്ള മുനിമാർക്ക് ചെല്ലാനുള്ള ഏറ്റവും വലിയ സ്ഥാനമാണ് വിഷ്ണുപദം. ഭാരതരത്ന എന്നൊക്കെ പറയില്ലേ നമ്മൾ? മനസ്സിലായില്ലേ? പത്മവിഭൂഷൺ, ഭാരതരത്ന എന്നൊക്കെ പറയില്ലേ?
ഹയസ്റ്റ് പ്ലേസാണത്, വിഷ്ണുപദം. ഭഗവാൻ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ് അങ്ങോട്ട് വിടുക. സ്റ്റാറ്റസ് സിമ്പിളാണത്. ഇപ്പോൾ എവിടെയാണ് താമസം എന്ന് നമ്മളോടൊക്കെ ചോദിച്ചാൽ, പണ്ട് ആൾക്കാർ ബോംബെയിലുള്ളവരൊക്കെ എവിടെ താമസം എന്ന് വെച്ചാൽ മലബാർ ഹിൽസിലാന്ന് പറഞ്ഞാൽ അത് കേമാ. അയ്യോ, മലബാർ ഹിൽസിലൊക്കെ താമസിക്കുക, എന്താ കഥ അല്ലേ? അന്നത്തെ മലബാറിലല്ല, ഇന്നത്തെ മലബാറില്ല കേട്ടോ. അന്ന് മലബാർ ഹിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സൂപ്പർ ഹൗസിങ് ഏരിയ ആണ് മലബാർ ഹിൽ. മലബാർ ഹില്ലൊക്കെ താമസിക്കുക എന്ന് പറഞ്ഞാൽ കോടീശ്വരനാവണം, അത്രയ്ക്ക് അല്ലെങ്കിൽ അത്ര വലിയ ആളാവണം. സ്റ്റാറ്റസ് സിമ്പിളാണ്. ഗവർണറും ജഡ്ജിമാരും അവരും നല്ല ബിസിനസ് ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലം മലബാർ ഹിൽസ്. ഇപ്പം എങ്ങനെയാണ് എനിക്കറിയില്ല, പണ്ടത്തെ കാര്യമാണ് ഞാൻ പറയണത്. അതുപോലെ ഹൈദരാബാദിലും ബഞ്ചാര ഗാർഡൻസ് എന്നൊക്കെ പറഞ്ഞാൽ വെരി പ്രസ്റ്റീജിയസ് ഇഷ്യൂ. അതുപോലെയാണ് ഇവിടെ താമസിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷ്ണുപദം എന്ന് പറഞ്ഞാൽ അയ്യോ, വിഷ്ണുപദത്തിലാണല്ലേ അതെ. ഡിഫൻസ് കോളനി എന്നൊക്കെ പറയില്ലേ ഡൽഹിയിൽ, ഡിപ്ലോമാറ്റിക് എൻക്ലേവ്, കൈലാഷ് നഗർ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊരു സ്റ്റാറ്റസ് ഉള്ള ഒരു സ്ഥലം എന്നർത്ഥം. അങ്ങനെയാണ്, അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ബ്രഹ്മസായുജ്യം അനുഭവിക്കുന്നവരുടെ കോളനി, അവിടെ അതായിരിക്കും അനുഭവങ്ങൾ. നമ്മുടെ ഇവിടുത്തെ സിനിമയും സർക്കസും ഉള്ളിപ്പോക്കോട്ടൊന്നും അവിടെ ഉണ്ടാവില്ല. അവിടെ ഡിഫറെൻറ്റ് ടോപ്പിക്സ്, മനസ്സിലായില്ല, ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസ്, എക്സോട്ടറിക് എക്സ്പീരിയൻസസ്, അതൊക്കെയാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ ഭഗവാന്റെ ഈ മദ്ഭാവം സിദ്ധിച്ചവരാണ് അവിടെ ഉണ്ടാവുക. മദ്ഭാവം, എൻ്റെ ഭാവം, ഭഗവാന്റെ ഭാവം ഞാനാണ്. ഭഗവാനായിട്ട് ഞാൻ താതാത്മ്യം പ്രാപിച്ച ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ പോയി അലിഞ്ഞവനാണ് ഞാൻ. അങ്ങനത്തെവർക്കാണ് അവിടെ ആ മദ്ഭാവം. ഭഗവാൻ പറയണം മദ്ഭാവം, എൻ്റെ ഭാവത്തിലുള്ളവർ യദ്ഭാവം തദ്ഭവതി, മദ്ഭാവം മദ്ഭവതി, എന്നെ വിചാരിച്ചവർ ഞാൻ തന്നെയാവും. അപ്പം ആ ലക്ഷ്യത്തെയാണ് വിഹായസഗതി എന്ന് പറയുന്നത്, വിഷ്ണുപദം എന്ന് പറയുന്നത്. ബിയോണ്ട് സപ്തഋഷി, ബിയോണ്ട് സപ്തഋഷി. അപ്പോൾ ആലോചിച്ച് നോക്കിക്കോളൂ. അങ്ങനെയുള്ള അർത്ഥം പറയുന്നുണ്ട് വിഷ്ണുപദം. പിന്നെ വിഹായസഗതി എന്ന് വെച്ചെങ്കിൽ ആദിത്യ രൂപത്തിൽ ഭഗവാൻ ആകാശത്തിൽ സഞ്ചരിക്കുന്നതിനായാൽ ആവുന്നതുകൊണ്ട് വിഹായസഗതി. വിഹായസ മീൻസ് സ്കൈ, ആകാശം. ഗതി മീൻസ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ആകാശ സഞ്ചാരി എന്നർത്ഥം, സ്പേസ് ട്രാവലർ. ആകാശത്തിൽ കൂടെയാണല്ലോ ഭൂമിയുടെ സഞ്ചാരം, സൂര്യൻ്റെ സഞ്ചാരം. സൂര്യൻ വാസ്തവം പറഞ്ഞാൽ സഞ്ചരിക്കുന്നൊന്നുമില്ല, അതൊക്കെ മിഥ്യയാണ്, അതൊക്കെ നമുക്കറിയാം. സൂര്യൻ്റെ ഭാഗത്ത് നോക്കി ഗോളങ്ങളാണ് നാലുപാടും കറങ്ങണത്. അപ്പോൾ നമുക്ക് തോന്നുകയാണ് അങ്ങനെ, ഒരു മിഥ്യാബോധമാണ് സൂര്യൻ സഞ്ചരിക്കുന്നു എന്ന്. പക്ഷെ ആ മിഥ്യാബോധത്തിൽ കൂടെ തന്നെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരുടെ ചിന്താഗതി തെറ്റിക്കാതെ അവസാനം മനസ്സിലാക്കുമ്പോൾ അവരെന്നെ തന്നെ മാറിക്കോളും. അല്ലാണ്ട് ഇപ്പം തന്നെ സൂര്യൻ സഞ്ചരിക്കുന്നില്ലടോ, താനൊന്ന് പൊട്ടണമാണ്, എനിക്കൊന്നും അറിയില്ല, സൂര്യൻ എവിടെ സഞ്ചരിക്കണം, സൂര്യൻ നിൽക്കല്ലേ ചെയ്യണം, നാല് പുറം ചുറ്റും ഗോളങ്ങളല്ലേ നടക്കണം, ഇല്ല. അങ്ങനെ പോകുന്നവരങ്ങനെ പോട്ടെ, അവരുടെ വഴി തെറ്റിദ്ധരിപ്പിക്കരുത്, വഴി തെറ്റിക്കരുത്. അറിവില്ലാതെ കൊണ്ടോ അജ്ഞാതം കൊണ്ടോ എന്തുകൊണ്ടോ ചില തെറ്റിദ്ധാരണകൾ മനസ്സിൽ വെച്ച് പോകുന്നവരെ പെട്ടെന്ന് പിടിച്ച് വലിച്ച് മര്യാദയുള്ള വഴി കൂടെ ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞു, എന്താ അങ്ങോട്ട് പോകണം ചോദിക്കുകയല്ല ചെയ്യാം. മിതമായിട്ടുള്ള ഒരു പെരുമാറ്റം, ഒരു എന്താ പറയുക, അപ്രോച്ചാണ് അവരുടെ ആവശ്യം. ഭഗവത്ഗീതയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, അങ്ങനെ ചെയ്യരുത്. അവരുടെ ഒപ്പം നിൽക്കുക, അവരുടെ ഒപ്പം പോവുക, കുറച്ച് എന്താ പറയുക ദൂരം അവരുടെ ഒപ്പം പോവുക, അവരുടെ ഒപ്പം പോയിട്ട് നല്ല വഴിയിരിക്കുക, അതാണ് നമ്മുടെ കഴിവ്. അല്ലാണ്ട് നമ്മളിവിടെ നിന്ന് കമാൻഡ് ചെയ്തിട്ട് അങ്ങോട്ട് പോകുമെന്ന് പറയില്ല. അവരുടെ ഒപ്പം കൂടെ പോവുക, തെറ്റായ മാർഗ്ഗമാണെങ്കിൽ കുറച്ച് കൂടെ പോവുക, എന്നിട്ട് പറയരുത് തെറ്റാണ്, അങ്ങനെയല്ല അങ്ങനെയാണ് പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു ഡിപ്ലോമാറ്റിക്കായിട്ട് തിരിഞ്ഞപ്പോൾ അതാണ്. അപ്പോൾ അതുകൊണ്ട് ഗോളങ്ങളാണ് സഞ്ചരിക്കുന്ന നാലുപുറം. വിഹായസഗതിന്ന് ഇവർ മനസ്സിലാക്കാൻ വേണ്ടി പറയാം, അല്ലാണ്ട് സൂര്യദേവൻ അനങ്ങുന്നൊന്നുമില്ല, ഒരു നിശ്ചലനായിട്ടൊരു ഭാഗത്ത് നിൽക്കുകയാണ്, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ അതാണ് വിഹായസഗതി. അടുത്ത നാമം 877 ജ്യോതി. നമ്മൾ എത്രയോ കണ്ടതാ.
സ്വയം പ്രകാശിക്കുന്നത്, സെൽഫ് എഫൾജൻറ്റ്. ഭഗവാന്റെ പ്രകാശം കൊണ്ടാണ് മറ്റുള്ള പ്രകാശങ്ങളെല്ലാം പ്രകാശിക്കുന്നത്. എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടതല്ലേ. യദാദിത്യഗതം തേജോ ജഗദ്ഭാസയതേഖിലം യച്ചന്ദ്രമസി യച്ചഗ്നോ തത്തേജോ വിദ്ധിമാമകം. അതുപോലെ നമ്മൾ പൂജ കഴിഞ്ഞിട്ട് ആരതി കാണിക്കുമ്പോൾ ആ ശ്ലോകങ്ങളൊക്കെ ഓർമ്മയില്ലേ? ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാദ്വിദ്യുതോ ഭാതി കുതോയം അഗ്നി ത്വമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവവിധം വിഭാതി. ഇതൊക്കെ നമുക്ക് ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കൂടുതൽ അതിനെക്കുറിച്ച് നമ്മൾ ജ്യോതിഷത്തെ കുറിച്ച് പറയണ്ട. ജ്യോതിഷ് നാമമുണ്ട്. ജ്യോതിഷ് എന്താണ്? ഓജസ് തേജോ ദ്യുജിധര. അങ്ങനെ നാം പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഓജസ് തേജോ ദ്യുജിധര ഗഭസ്തിനേമി അങ്ങനെയുള്ള നാമങ്ങളൊക്കെ. ജ്യോതിർ ഗണേശ്വര, നന്ദിർ ജ്യോതിർ ഗണേശ്വര, ഇതൊക്കെ നമ്മൾ പഠിച്ച നാമങ്ങൾ. അവിടെയൊക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ സ്വയം പ്രകാശിക്കുന്നവൻ ആണ് ജ്യോതി, എഫൾജൻറ്റ്, സെൽഫ് എഫൾജൻറ്റ്. ആരും പ്രകാശിപ്പിക്കുന്നില്ല എന്നർത്ഥം. മൂട്ടുന്ന ആരും താങ്ങി കൊടുത്തിട്ടല്ല കയറണം, തന്നെത്താൻ സ്വയം എനർജി കൊണ്ട് വേർപ്പെട്ട് കയറുന്നതാണ്. നിരവധി നാമങ്ങൾ നമ്മൾ അതിൻ്റെ അർത്ഥം കണ്ടിട്ടുണ്ട്. എല്ലാ ഉപനിഷത്തുകളിലും ഇതന്നെയാണ് പറയുന്നത്. ജ്യോതിഷാമഭി തജ്ജ്യോതി. ജ്യോതിഷുകൾക്കെല്ലാം വെച്ച് ജ്യോതിഷ്. അപ്പോൾ അതാണ് ആ നാമം. അടുത്ത 878 സുരുചി. ഇതൊക്കെ സൂര്യഭഗവാന്റെ നാമങ്ങളുമാണ്. ജ്യോതി എന്നുള്ളതിന് സൂര്യൻ്റെ നാമമാണ്. വിഹായസഗതി സൂര്യൻ്റെയാണ്. അപ്പോൾ അത് എടുക്കാൻ പോണ സുരുചി, അതും സൂര്യൻ്റെ പര്യായമാണ്. ഇതൊക്കെ ഈ 10 സൂര്യൻ്റെ പര്യായങ്ങളാണ്. സുരുചി എന്ന് വെച്ചാൽ ശോഭനമായ കാന്തി ഓർ ദീപ്തി ഉള്ളവൻ, അല്ലെങ്കിൽ ശോഭനമായ ഇച്ഛയുള്ളവൻ അർത്ഥം. ഭഗവാന്റെ കാന്തിയെ പറ്റി നമ്മൾ നേരത്തെ നാമത്തിൽ കണ്ടുല്ലോ, ജ്യോതിസ് എന്നുള്ളത്. ഭഗവാന്റെ കാന്തി, പ്രകാശം നമ്മൾ കണ്ടതല്ലേ. ഇവിടെ ശോഭനമായിട്ടുള്ള ഇച്ഛ എന്നാണ് പറഞ്ഞത്. ഒരർത്ഥം വേറെ പറയുന്നത്. വെച്ചാൽ ഭഗവാന്റെ ആഗ്രഹങ്ങൾ അഥവാ സങ്കല്പങ്ങൾ ശോഭനമായതാണ്. ഭഗവാന് ആഗ്രഹങ്ങളെന്ന് പറയില്ല, ഭഗവാന് സങ്കല്പങ്ങളാണ്. ഭഗവാന്റെ സങ്കല്പവും നമ്മളുടെ ആഗ്രഹമൊക്കെ ഒന്ന് തന്നെയാണ്. അതാ അദ്ദേഹം എടുത്ത് പ്രയോഗിക്കുമ്പോൾ അത് സങ്കല്പമാവും, നമ്മളെടുത്ത് പ്രയോഗിക്കുമ്പോൾ അത് ആഗ്രഹവും കാമാവും രാഗവും. ഇത്രയുള്ള വ്യത്യാസം. അങ്ങനെയൊക്കെ ഒന്ന് തന്നെ. ആ കർമ്മത്തിൻ്റെ പിന്നിലുള്ള ഭാവമാണ് ആ വാക്കുകളെ മാറ്റുന്നത്, അല്ലേ? അത് നമ്മുടെ സാധാരണ ഭൗതിക ലോകത്തിൽ നമുക്കൊക്കെ കാണാം. സാധാരണ ഈ ഫാക്ടറി പണിക്കാരെ, സാധാരണ വർക്ക് ഫോഴ്സൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നമ്മൾ എന്താ വിളിക്കുക? അവരെ ലേബറേഴ്സ് എന്നാണ് വിളിക്കുക. നമ്മൾ ലേബർ ക്ലാസ്, അല്ലേ? അങ്ങനെയല്ല നമ്മൾ സാധാരണ വിളിക്കുക, ലേബർ ക്ലാസ്. അറിയാലോ. വെച്ചാൽ മോശമായിട്ട് വിളിക്കേണ്ടതല്ല, ഒരു ദേ ആർ കോൾഡ് ലേബർ ക്ലാസ്, വെരി റെസ്പെക്റ്റബിൾ ലേബർ ക്ലാസ്. അവരുടെ മെയിനായിട്ടുള്ള എയിം എന്താ? അവർക്ക് അവരുടെ ഫാമിലി നിലനിർത്തണം, അവർക്ക് ജീവിക്കണം, അവരുടെ ഫാമിലി നിലനിർത്തണം. അഹം വർദ്ധയ, ഭാര്യ വർദ്ധയ, പുത്രം വർദ്ധയ. ബസ്. അതിലപ്പുറത്തൊരു ചിന്തിക്കാൻ അവർക്ക് പറ്റില്ല. ബിക്കോസ് ഓഫ് ദ പ്രഷർ ഓഫ് സംസാർ. അതിന് വേണ്ടിയിട്ട് അവർ അമ്പലത്തിൽ പോകണു, ഒരുപാട് കഴിക്കണം. അതല്ലാണ്ട് അപ്പുറത്തൊരു ചിന്താഗതി അവർക്കില്ല. വളരെ ലോ ലെവൽ ഓഫ് തിങ്കിങ് ബിക്കോസ് ഓഫ് ദി പ്രഷർ ഓർ ദെയർ പ്രാരാബ്ധം. അത് കൂടുതൽ ചിന്തിക്കില്ല. സാധാരണക്കാരോടൊക്കെ ഒന്ന് പോയി പറഞ്ഞു നോക്കൂ, ഉപനിഷത്തും ബ്രഹ്മവിദ്യയൊക്കെ ഒന്ന് പോയി പറഞ്ഞു നോക്കൂ, ഫാക്ടറി വർക്കേഴ്സിനോടൊക്കെ പോയിട്ട്. അത് നയിച്ചില്ല. മനസ്സിലായില്ലേ? കാരണം ദേ ആർ സഫറിങ് ഫോർ ബ്രെഡ്, വർക്കിംഗ് ഫോർ ബ്രെഡ് ആൻഡ് ബട്ടർ. അവരുടെ ബ്രെഡ് ആൻഡ് ബട്ടർ ആക്ടിവിറ്റീസിൽ മാത്രമേ അവർക്ക് ശ്രദ്ധയുള്ളൂ. അതുകൊണ്ട് ദേ ആർ കോൾഡ് ലേബറേഴ്സ്. ഇനി അതേയല്ല, ദേഹാധ്വാനം ചെയ്യുന്ന വേറെ കുറേ ആൾക്കാരുണ്ട്. പാർട്ടിക്ക് വേണ്ടിയിട്ട്, രാജ്യത്തിന് വേണ്ടിയിട്ട്, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, ഹെൽത്ത് വർക്കേഴ്സ്, എഡ്യൂക്കേഷൻ വർക്കേഴ്സ്, അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല. ഓക്കെ, ശമ്പളം കിട്ടുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ അവർ ചെയ്യുന്ന സേവനം വേറെ കുറേ ആൾക്കാർക്കും കൂടിയും അത് ഉപകാരപ്രദമാകുന്നു. അപ്പോൾ കുറച്ചും കൂടി ഉയർന്ന തരത്തിലുള്ള ആൾക്കാരാകുമ്പോൾ അവരെ ലേബറേഴ്സ് എന്ന് വിളിക്കില്ല. ഈസ് എ പൊളിറ്റിക്കൽ ലേബറർ എന്ന് പറയോ? ഈസ് എ റിലീജിയസ് ലേബറർ എന്ന് പറയോ? ഈസ് എ ഹെൽത്ത് ലേബറർ എന്ന് പറയോ? ഇല്ല. അവരൊക്കെ എന്താ പറയുക? വർക്കേഴ്സ്. പൊളിറ്റിക്കൽ വർക്കർ, റിലീജിയസ് വർക്കർ, ഈസ് എഡ്യൂക്കേഷണൽ വർക്കർ, ഹെൽത്ത് വർക്കർ. ഓക്കെ അല്ലേ? ഹെൽത്ത് വർക്കർ. കാരണം ഒരു സ്റ്റാറ്റസ് സ്ലൈറ്റ്ലി ഹൈ, ദ തിങ്ക് ഓഫ് ഹയർ തിങ്സ് ഇൻ ലൈഫ്. അതിനേക്കാൾ കുറച്ച് ഉന്നമനമായിട്ട് ചിന്തിക്കുന്നവരാണ് അവർ.
കുറച്ചും കൂടി രാഷ്ട്രത്തിനെ ഒന്ന് വലുതാക്കണം, നേരെയാക്കണം എന്നുള്ളൊരു സൽഭാവത്തോട് കൂടിയിട്ട് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയണത്. നായകന്മാരെ പറ്റി, വിനായകന്മാരെ പറ്റിയിട്ടല്ല പറയണത് നമ്മൾ. അതുപോലെ തന്നെ അതിൽ നിന്ന് ഉയർന്ന ആൾക്കാർ ദേഹാധ്വാനം ചെയ്യുന്നവരുണ്ട്. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നു ലോക കല്യാണത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരുണ്ട്. രാമകൃഷ്ണ പരമഹംസ, വിവേകാനന്ദൻ, ശങ്കരാചാര്യ, എത്രയോ ആൾക്കാരുണ്ട്. അവർ നമ്മൾ ലേബറേഴ്സ് എന്ന് പറയുമോ വർക്കേഴ്സ് എന്ന് പറയുമോ? ഇല്ല, അവരെ പറയാം മെൻ ഓഫ് ഫുൾഫിൽമെൻറ്റ്. സാക്ഷാത്കരിച്ചവരാണ്, ജീവിതം സാക്ഷാത്കരിച്ചവരാണ് അവർ. ദേ ആർ കോൾഡ് മെൻ ഓഫ് ഫുൾഫിൽമെൻറ്റ്. അപ്പോൾ 3 കാറ്റഗറി അവിടെ തന്നെ വന്നു. ഒന്ന് ലേബറേഴ്സാണ്, ഒന്ന് വർക്കേഴ്സാണ്, ഒന്ന് മെൻ ഓഫ് ഫുൾഫിൽമെൻറ്റാണ്. അതായത് നമ്മൾ പറയുന്നതൊക്കെ, ആഗ്രഹം ചെയ്യുന്നതൊക്കെ കാമങ്ങൾ, ക്രോധങ്ങൾ, രോഗങ്ങൾ. അദ്ദേഹം ചെയ്യണതോ ഭഗവാൻ ചെയ്യുന്നതൊക്കെ സങ്കല്പങ്ങൾ. ആ വ്യത്യാസം ചെയ്താൽ എല്ലാറ്റിലും നമ്മളിങ്ങനെ വകഭേദം കാണിക്കുന്നുണ്ട്. ലഹരി എടുക്കുന്ന ആളാന്ന് വിചാരിക്കുക, താഴെക്കടയിൽ എടുത്താൽ ഈ ലേബറർ എന്ന് പറഞ്ഞ ഒരാൾ എടുക്കുന്നവനാണ്. എന്താ നമ്മൾ പറയാം, അവൻ മുക്കുടിയനാട്ടോ, എന്നും കുടിക്കും. കുറച്ചൊരു ഉയർന്നൊരു എക്സിക്യൂട്ടീവൊക്കെയാണ്, ഒരു മാനേജർ ലെവലിൽ, സീനിയർ മാനേജർ, ജനറൽ മാനേജർ ലെവലിലൊക്കെ ആണെങ്കിൽ അങ്ങനെ നമ്മൾ കുടിയൻ അങ്ങോട്ട് വിളിക്കില്ല. അദ്ദേഹത്തിന് നമ്മൾ എന്ത് വാക്കാ ഉപയോഗിക്കുക? കുറേശ്ശെ സേവിക്കട്ടോ, കുട്ടി പോയിട്ട് സേവിക്കലായി. കുറച്ചും കൂടി സ്റ്റാറ്റസ് കൂടിയാൽ കുറേശ്ശെ എടുക്കുക, ദിവസേന കുറേശ്ശെ എടുക്കും, അപ്പോൾ എടുക്കലായി. പിന്നെ സ്റ്റാറ്റസ് കൂടിയാൽ അങ്ങോട്ട് കുറച്ച് ഉപയോഗിക്കട്ടോ, എന്താണെന്ന് അറിയില്ല, ഉപയോഗിക്കും. വെച്ചാൽ അർത്ഥം മനസ്സിലായിക്കൊള്ളുന്ന അർത്ഥം, അല്ലാണ്ട് ഷർട്ട് മുണ്ട് ഉപയോഗിക്കുന്നതല്ലല്ലോ അവിടെ പറയണത്. അപ്പോൾ ഒരുത്തനെ കുടിയൻ എന്ന് പറയണു, ഒരുത്തനെ സേവിക്കും എന്ന് പറയണു, ഒരുത്തൻ എടുക്കും എന്ന് പറയണു, ഒരുത്തൻ ഉപയോഗിക്കും എന്ന് പറയണു, അല്ലേ? എത്രയോ ഉദാഹരണങ്ങളുണ്ട്. പേപ്പറിൽ റിപ്പോർട്ട് ചെയ്യണം, നോക്കൂ. ബിൻ ലാഡൻ ആൻഡ് വീരപ്പൻ ഡെഡ്, വെട്ടടി, അല്ലേ? ഡെഡ്. ഇന്ദിരാഗാന്ധി നോ മോർ, ഡിഗ്രി കൂടി. ഇന്ദിരാഗാന്ധി നോ മോർ. ഒരു വേൾഡ് ലീഡറാണെങ്കിലോ എക്സ്പയർഡ്, സ്റ്റാറ്റസ് കൂടിയോടെ. നേരെ മറിച്ച് കുറേയും കൂടിയും ഉയർന്ന ഒരാളാണ് അബ്ദുൽ കലാം, അങ്ങനെയുള്ള വളരെ റെസ്പെക്റ്റബിൾ ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക? ഡെഡ് എന്ന് പറയും, നോ മോർ എന്ന് പറയും, എക്സ്പയർഡ് എന്ന് പറയും. ഇല്ല, അങ്ങനെയൊക്കെ ഉപയോഗിക്കണം. അതെന്താ? ബ്രീത് ഇറ്റ് ഇസ് ലാസ്റ്റ്, അല്ലേ? അതുപോലെ തന്നെ ഭഗവാന്റെ സംഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഭഗവാന്റെ സങ്കല്പങ്ങളാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം, ഓൾ ഈക്വൽ ടു ഭഗവാൻ സങ്കല്പം. ആ സങ്കല്പം നല്ലതായിരിക്കുന്നവൻ, സുരുചി, ശോഭനമായിരിക്കുന്നവനാണ്. കാമക്രോധ ലോഭമോഹമായിട്ടുള്ള കർമ്മങ്ങളൊന്നും ഭഗവാന് ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം ലോക കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ നടത്തിയത്. അതിൻ്റെ ഇടയിൽ വല്ല കല്ലും മുള്ളൊക്കെ ഉണ്ടെങ്കിൽ അടിച്ച് നീക്കുന്നല്ലാതെ പ്രൈമറിലി ലോക കല്യാണം ഈസ് ഇസ് ഒബ്ജക്റ്റീവ്. ഓൾറൈറ്റ്. 879 ഹു ദ ബുക്ക്. സുരുചി എന്നും സൂര്യൻ്റെ നാമം, ഇതൊക്കെ സൂര്യൻ്റെ നാമമാണ്, അതും മറക്കരുത്. ഹു ദ ബുക്ക്. ഹു ദ ബുക്ക് എന്ന് വെച്ചെങ്കിൽ ഹവിസുകളെ ഭുജിക്കുന്നവെന്നർത്ഥം. അഗ്നിയല്ലേ ഹവിസുകളെ ഭുജിക്കുന്നത് ഹോമകുണ്ടത്തിൽ. ഏത് ദേവനെ ഉദ്ദേശിച്ച് യാഗോ യജ്ഞം ഹോമം നടത്തിയാലും അഗ്നി വഴി എവിടെങ്കട ചെന്ന് ചേരുക? ഭഗവാനായി ചെന്ന് ചേരുക. അവിടെയാണ് സെൻട്രൽ റിസീറ്റ് സെക്ഷൻ, അവിടെ നിന്നാണ് വിതരണം ചെയ്യുക. അങ്ങനെയല്ലേ? എന്ത് നമ്മൾ അഗ്നിയിൽ എന്ത് പദാർത്ഥം ആരെ ഉദ്ദേശിച്ചിട്ട് വേണമെങ്കിൽ ഹോമം ചെയ്താലും ശനീശ്വരായ നമഃ, ചൊവ്വ, ബുധൻ, ആർക്ക് ബൃഹസ്പതി, ആർക്ക് വേണമെങ്കിൽ അയ്യപ്പൻ ശാസ്താവ്, അല്ലെങ്കിൽ ദേവി, വിഷ്ണു, ആ സുദർശന ഹോമം ആരെ വിചാരിച്ച് വേണമെങ്കിൽ ചെയ്താലും അഗ്നിയാണ് അത് റിസീവ് ചെയ്യണത്. എന്നിട്ട് നേരെ കൊറിയർ സർവീസായിട്ട് ഭഗവാന് കൊണ്ടു കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് 2 മിനിറ്റിനുള്ള സാധനം അവിടെ ഉണ്ടാവും. ദെൻ ഹീ ഡിസ്ട്രിബ്യൂട്ട്സ്. എനിക്കിതാ കുറച്ച് കേട്ടോ, എനിക്കൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്, എടുത്തോളാം, ഇതാ ചെയ്ത് കൊടുക്കുക, അതിന് വേണ്ട പോലെ ടേക്ക് ആക്ഷൻ അക്കോർഡിംഗ്ലി. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് പറയാനുള്ളതാണ്. ഈ പറയും പ്ലീസ് സ്പീക്കെന്നോ ഡൂ ദ നീഡ്ഫുൾന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നോട്ടിട്ടിട്ട് ആ ഉപഹാരം അങ്ങോട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ സെൻട്രൽ റെസീറ്റ് സെക്ഷൻ ഭഗവാനാണ്. ഭഗവാന് ആ റെസീറ്റ് സെക്ഷനിലേക്ക് എത്തണത് എങ്ങനെയാ? അഗ്നി വഴിയാണ്. അപ്പോൾ ഹു ദ ബുക്ക് എന്ന് വെച്ചെങ്കിൽ ആദ്യം അത് ഭുജിക്കുന്നത് ആരാ? ആദ്യം അതിൻ്റെ സ്വാദം നോക്കുന്നത് ആരാ? അഗ്നി.
സൂര്യൻ. സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. എക്കനോളജ്മെൻറ്റ് കിട്ടുന്നത് അവിടെ നിന്നാണ്. ഇപ്പോൾ ഓഫീസിലേക്കൊക്കെ നമ്മൾ എഴുതി അങ്ങനെയല്ലേ, കലക്ടർ എന്ന പേര് എഴുതിയിട്ട് മിസ്റ്റർ സോൻസോ കലക്ടർ ഓഫ് എറണാകുളം അല്ലെങ്കിൽ തൃശ്ശൂർ പാലക്കാട് എന്നൊക്കെ എഴുതി വിട്ടാൽ, ഒരു സ്പീഡ് പോസ്റ്റ് അയച്ചാൽ എക്കനോളജ്മെൻറ്റ് വരും നമുക്ക്. അപ്പോൾ അവിടെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടാവും ഫോർ കലക്ടേഴ്സ് ഓഫീസ് എന്ന് പറഞ്ഞിട്ടൊരു സീൽ അടിച്ചിട്ട്, റൗണ്ട് സീൽ അടിച്ചിട്ട് അവൻ തരും. ഒന്നുകിൽ PA ടു കലക്ടറെന്നോ അല്ലെങ്കിൽ സെക്ഷൻ ഹെഡ് എന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്. അല്ലാണ്ട് കലക്ടർ ഒരു കാലത്ത് ഒപ്പിടില്ല നേരെ. എക്കനോളജ്മെൻറ്റ് കിട്ടുന്നത് അവിടെ നിന്നാണ്, ആ സെൻട്രൽ സെക്ഷൻ നിന്നാണ്. എന്നിട്ട് അതാണ് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നത്. ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ആവും, വേറൊരാൾക്ക് പ്രോപ്പർട്ടി ഡീഡിൻ്റെ പ്രശ്നത്തിനാവും, തഹസിൽദാർക്കുള്ളതാവും, പലതാവും. അഡ്രസ്സ് ചെയ്യേണ്ടത് കമ്മീഷണർ കലക്ടർക്കാവും, അങ്ങോട്ട് പോകും. മനസ്സിലായി? അതാണ് ഹു ദ ബുക്ക് എന്ന് പറയാനുള്ള കാരണം. അഹം ഹി സർവജ്ഞാനാം ഭോക്താച പ്രഭുരേവച. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അഹം ഹി സർവയജ്ഞാനാം, എല്ലാ യജ്ഞങ്ങളിലും ഭോക്താച പ്രഭു ഏവച, എൻ്റെ ഭോക്താവും പ്രഭുവൊക്കെ ഞാനടോ അർജുന. യജ്ഞത്തിനെല്ലാം ഞാനാണ് ഭോക്താവും പ്രഭുവായതും. എല്ലാ യജ്ഞത്തിനും അർജുന ഞാനാണ് എൻ്റെ ഭോക്താവ്. ഐ ആം ദ ഈറ്റർ, ഐ ആം ദ ഫസ്റ്റ് ടേസ്റ്റർ. ഭോക്താവ് പ്രഭുവായതും ഐ ആം ദി മാസ്റ്റർ ഓഫ് ദി യജ്ഞസ്. അടുത്ത നാമം ഏതാണ്ട് അങ്ങോട്ട് തന്നെയാണ് നോക്കണത്. വിഭു. വിഭു എന്ന് വെച്ചെങ്കിൽ ത്രിലോകനാഥൻ എന്നർത്ഥം. ലോകാദിനാഥൻ, വ്യാപിച്ചവൻ, വ്യാപിച്ചിരിക്കുന്നവൻ, സർവം വ്യാപിച്ചിരിക്കുന്നവൻ, സർവവ്യാപി, ഓംനി പ്രസൻറ്റ്. വിഭു, പ്രഭു ഇതൊക്കെ മുമ്പ് കണ്ട നാമങ്ങളല്ലേ, അതിൻ്റെ മുകളിൽ അധികം സമയം ചെലവഴിക്കണം. വിഭു എന്നും സൂര്യൻ്റെ പര്യായമാണ് വിഭു. അടുത്ത നാമം രവി. രവി എന്ന് വെച്ചെങ്കിൽ സഞ്ചരിക്കുന്നവൻ എന്നർത്ഥം. വി എന്നാൽ ഗതി എന്നാണ് അർത്ഥം. രവി എന്ന് വെച്ചെങ്കിൽ ആകാശം. രവി ആകാശത്തിൽ കൂടെ സഞ്ചരിക്കുന്നവൻ. വിഹായസഗതി എന്ന് പറഞ്ഞില്ലേ, അതിന് വേറൊരു വരും. അതാണ് സംസ്കൃതത്തിലെ ഓരോ റൂട്ടിന് ഓരോ മീനിങ് ആണ്. ഓരോ റൂട്ട് വെച്ചിട്ടാണ് അതിൻ്റെ അർത്ഥങ്ങൾ എടുക്കാനുള്ളത്. അവിടെ രവി എന്ന് പറഞ്ഞാൽ ആദിത്യാനാഹം വിഷ്ണു ജ്യോതിഷാം രവി അംശുമാൻ. മനസ്സിലായില്ലേ? ആദിത്യന്മാരിൽ ഞാൻ വിഷ്ണുവാണ്, ജ്യോതിഷുകളിൽ ഞാൻ അംശുമാനാണ്. അംശുമാൻ സൂര്യൻ. ആദിത്യാനാം അഹം വിഷ്ണു, ആദിത്യന്മാരിൽ ഞാൻ വിഷ്ണുവാണ്, സൂര്യന്മാരിൽ ഞാൻ വിഷ്ണുവാണ്. ദ്വാദശ ആദിത്യന്മാർ, അവരിൽ ഞാൻ വിഷ്ണുവാണ്. വിഷ്ണു ഒരു ആദിത്യനാണ്. കുറേ ആദിത്യന്മാരുണ്ട്. ആദിത്യന്മാരിൽ ഒരു ആദിത്യൻ വിഷ്ണുവാണ്. അവരിൽ ആദിത്യൻ ഞാനാണെന്ന് പറയും. വിഷ്ണു ആദിത്യന്മാരിൽ ഞാനാണ് വിഷ്ണു. ജ്യോതിഷുകളിൽ അംശുമാൻ. മനസ്സിലായില്ലേ? അതാണ് രവി, ആകാശത്തിൽ കൂടെ സഞ്ചരിക്കുന്നവൻ എന്നർത്ഥം. അതുകൊണ്ടാണ് രവി എന്നുള്ള പേര് സൂര്യന് വരാൻ കാരണം. സൂര്യൻ്റെ പേര് രവിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. രസത്തെ എടുക്കുന്നവെന്ന് വേറെ അർത്ഥം ഉണ്ടാവും. രസം എന്ന് വെച്ചെങ്കിൽ വാട്ടർ, വെള്ളത്തിന് പര്യായമാണ് രസം. രസം എന്ന് വെച്ചെങ്കിൽ വെള്ളം എന്നുള്ള അർത്ഥം. അപ്പോൾ രസത്തെ വലിച്ചെടുക്കുന്നവൻ രവി. അപ്പോൾ സമുദ്രജലത്തെ വലിച്ചെടുക്കുന്നത് ആരാ? മഴയൊക്കെ ഇട്ട് കൊട്ടണത് സൂര്യനല്ലേ. ആ സൂര്യനെ ആ വലിച്ചെടുക്കാനുള്ള ശക്തി എവിടുന്ന് കിട്ടി? ഭഗവാന്റെ കയ്യിൽ നിന്ന്. സോ അൾട്ടിമേറ്റ്ലി ആരാ വലിച്ചെടുക്കണത്? ഭഗവാൻ തന്നെ. പേരാർക്കാ കിട്ടണ? സൂര്യന്. അതാണ് രവി. രസത്തെ വലിച്ചെടുക്കുന്ന എന്നുള്ള അർത്ഥമുണ്ട് രവി എന്ന് വെച്ചാൽ. അപ്പോൾ രണ്ടും സൂര്യദേവന് യോജിച്ച പേരാണ്. രണ്ടും ഭഗവാന്റെ നാമധേയങ്ങളുമാണ്. ഭഗവാനെ രവി എന്ന് വിളിക്കും. വിരോചന. അടുത്ത നാമം 382 വിരോചന. വിരോചന മീൻസ് നാനാപ്രകാരത്തിൽ വിളങ്ങുന്നവൻ അർത്ഥം. വെറൈറ്റി ഓഫ് രശ്മീസ്, വെറൈറ്റി, കലിഡോസ്കോപ്പിക് എന്നൊക്കെ പറയില്ലേ, വെറൈറ്റി ഓഫ് കളേഴ്സ്. സപ്തജിഹ്വ ഒക്കെ ലിങ്ക് ചെയ്യണം. ഈ നാമങ്ങളൊക്കെ ലിങ്ക് ചെയ്യണം നമ്മൾ. 7 കളറ് ഉള്ള നാക്ക്, സപ്തജിഹ്വ. അതൊക്കെ നമ്മൾ വളരെ
വളരെ വളരെ എന്താ പറയുക, ഡീപ്പായിട്ട് കണ്ടതാ അല്ലേ? സപ്തജിഹ്വ. വിരോചന എന്നുള്ള നാമം ഭഗവാനുണ്ട്, വിരോചന എന്നുള്ള നാമം സൂര്യനുമുണ്ട്. ഭഗവാൻ അപ്പോൾ സൂര്യനായിട്ടും ചന്ദ്രനായിട്ടും അഗ്നിയായിട്ടും നക്ഷത്രങ്ങളായിട്ടും പല രൂപത്തിൽ തിളങ്ങണു. അതുകൊണ്ട് ഭഗവാന് വിരോചന എന്നുള്ള പേര് വരുന്നു. അതിൽ സൂര്യൻ ഒന്നായതുകൊണ്ട് ആ സൂര്യനും വിരോചന എന്നുള്ള പേര് വരുന്നു. എല്ലാ ഗോളങ്ങൾക്കും ശക്തി സൂര്യനിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് സൂര്യന് ആ പേര് വന്നു വിരോചന. മറ്റവർക്ക് ആർക്കും ഇല്ല. അവരൊക്കെ ബോറോഡ് ലൈറ്റ് അല്ലേ. ഡയറക്റ്റ് ലൈറ്റ് കിട്ടിയത് സൂര്യനല്ലേ. സൂര്യൻ കൊടുത്ത ലൈറ്റ് അല്ലേ, അതായത് ഡിസ്ട്രിബ്യൂട്ടർ അല്ലേ, സബ് അല്ലേ, മെയിൻ ഡിസ്ട്രിബ്യൂട്ടർ സൂര്യനല്ലേ. സൂര്യനിൽ നിന്നാണല്ലോ ഹോൾസെയിലായിട്ട് ഭഗവാൻ കൊടുത്ത എനർജി. ആ ഹോൾസെയിൽ ആയിട്ട് സൂര്യൻ്റെ കയ്യിൽ കൊടുത്ത് സൂര്യനാണ് പിന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കുറേശ്ശെ കുറേശ്ശെ വാരിക്കോരി കൊടുക്കണത്. കുറച്ച് അഗ്നിക്ക് കൊടുത്തു, കുറച്ച് ചന്ദ്രന് കൊടുത്തു, കുറച്ച് നക്ഷത്രങ്ങൾക്ക് കൊടുത്തു. മനസ്സിലായില്ലേ? അവരാണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം കുറേശ്ശെ കുറേശ്ശെ കൺസ്യൂമർ ലെവലിൽ, കൺസ്യൂമർ പാക്കായിട്ട്. നോക്കൂ എന്തൊരു ശൃംഖല, നോക്കൂ, വാട്ട് എ ചെയിൻ, മൈ ഗോഡ് അല്ലേ. മനസ്സിലാവും ഇതൊക്കെ. നമ്മളിതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ, രോമാഞ്ചം വരും. ആ, രോമമില്ലാത്തവർക്കും വരും രോമാഞ്ചം. രോമമുള്ളവർക്ക് ചിലപ്പോൾ രോമാഞ്ചം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. രോമമില്ലാത്തവർക്ക് രോമാഞ്ചം ഉണ്ടാവാം, രോമമുള്ളവനും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇതൊക്കെ വായിക്കുമ്പോൾ രോമാഞ്ചം വരും, രോമം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇല്ലേ. ആലോചിച്ച് നോക്കൂ, എന്തൊരു എന്തൊരു മെഗ്നാനിമസ് തോട്ട് വേവ് വന്നു. എങ്ങനെയാണ് അതിൻ്റെ പോക്കുകൾ, എന്തൊരു വ്യവസ്ഥയാണ് ഭഗവാൻ വെച്ചിരിക്കുന്നത്. എപ്പോഴത്തെ ഒരു അണു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റില്ലാതെ എറ്റേണലി ഫ്രം ടൈം ഇമ്മെമ്മോറിയൽ. നമ്മൾ മനുഷ്യനുണ്ടാക്കുന്ന വ്യവസ്ഥ എത്ര നാൾ നിൽക്കുന്നുണ്ട്, എത്ര കൊല്ലം നിൽക്കുന്നുണ്ട്? മാക്സിമം 5 കൊല്ലം കഴിയുമ്പോഴേക്കും ഒരു വ്യവസ്ഥ മാറും, വേറൊരു വ്യവസ്ഥ വരും. കുറേ വ്യവസ്ഥ ഇല്ലാത്തവരപ്പോൾ വരും. എന്നിട്ട് പിന്നെ വ്യവസ്ഥ എന്ന് പറഞ്ഞിട്ടിരിക്കും, ആ വ്യവസ്ഥയും പോവും അല്ലേ. ആലോചിച്ച് നോക്കും, മാൻ മെയ്ഡ് റൂൾ. എത്ര എത്ര ഫിക്കിളാണ് നമ്മളുടെ മൈൻഡ്. നമ്മൾ എന്തുകൊണ്ട് മേൽപോട്ട് ചിന്തിച്ച് ഈ കാര്യങ്ങളുടെ നമ്മൾ നിർവൃത്തി നേടുന്നില്ല? ആലോചിച്ചെന്ന് ഇരിക്കുമ്പോൾ ഒരു അന്തം കിട്ടില്ല. ഞാൻ സത്യം പറയണം, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇതെല്ലാം ഭഗവാന്റെ വിഭൂതി അല്ലേന്ന്, എല്ലാം ഭഗവാന്റെ വിഭൂതി അല്ലേ. എൻ്റെ എന്ന് പറയുന്നതിൽ എന്താ ഉള്ളത്, അല്ലെങ്കിൽ നമ്മളുടെ എന്ന് പറയാൻ എന്താ ഇതിലുള്ളത്? There is nothing in this world. അദ്ദേഹത്തിൻ്റെ ഒരു കരസ്പർശം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തിനു കൊള്ളാം? ആലോചിക്കൂ. അപ്പോൾ ആ വാക്ക് വ്യവസ്ഥ എന്നുള്ള വാക്കാണ് ഞാൻ ഇപ്പോഴും കയറി പിടിച്ച് പറയുന്നത്. ആ വ്യവസ്ഥ, വ്യവസ്ഥാനോ, വ്യവസ്ഥ സ്ഥാപിച്ചവൻ, വ്യവസ്ഥ എന്നുള്ള നാമം ഭഗവാനുണ്ട്. ആ വ്യവസ്ഥ ഭഗവാൻ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. എന്തൊരു വ്യവസ്ഥയാണ്! എവിടേക്കാണ് വ്യവസ്ഥകൾ നോക്കൂ. ഏത് തൊട്ടാലും ഏതിൻ്റെ മുകളിലേക്ക് നമ്മൾ കണ്ണോടിച്ചാലും അവിടെ ഭഗവാന്റെ വ്യവസ്ഥയുണ്ട്. എന്തിനും ഒരു മാറ്റവും ഇല്ലാതെ. ഇതൊക്കെ ആസ്വദിക്കലാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ പ്രയർ. കൃഷ്ണ ഗോവിന്ദ ഗുരുവായൂരപ്പ എന്ന് ചൊല്ലുന്നത് മാത്രമാണ് പ്രയറെന്ന് തെറ്റിദ്ധരിക്കേണ്ട. അതും പ്രയറാണ്, യാതൊരു സംശയമില്ല. പക്ഷെ അത് മാത്രം ചൊല്ലിയാലേ പ്രയർ ആവുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത് കൂട്ടരെ. ഭഗവാന്റെ വിഭൂതികൾ കണ്ട് ആസ്വദിക്കുന്നവന് പിന്നെ എന്ത് പ്രാർത്ഥന വേണ്ട? ഭഗവാന്റെ ഓരോ ചലനങ്ങൾ, ഓരോ പക്ഷി ശബ്ദിക്കുമ്പോഴും, ഒരു മൃഗങ്ങൾ ഒച്ചയുണ്ടാക്കുമ്പോഴും, കുറുക്കൻ ഓരിടുന്നത് കേട്ടാൽ പോലും, കോഴി കൂവുന്നത് കേട്ടാൽ പോലും, മനുഷ്യർ തമ്മിൽ തല്ലുവിടുന്ന വാക്കുകൾ കേട്ടാൽ പോലും, ചിത്തവാക്കുകളായിരിക്കാം വിളിച്ചു പറയേണ്ടത്, ആയിക്കോട്ടെ. എന്നാലും ആലോചിക്കുക, ഭഗവാനെ ഇവനത് എവിടുന്ന് കിട്ടി? ആ ഒരു ആ കരസ്പർശം ഭഗവാന്റെ അവൻ്റെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അവൻ എന്ത് വാക്കാനാവുമെന്ന് വരിക അല്ലേ. അപ്പോൾ ആ ഒരു വ്യവസ്ഥ, വാഗ്ധോരണി, അടിയിൽ നിന്ന് അബ്ഡമൻ നേവൽ പോർഷൻ നിന്ന് വരണ്ടേ. കുണ്ടലിനി ഡെവലപ്പ് ചെയ്ത് അന്ന് നമ്മൾ ഒരിക്കൽ പറഞ്ഞതല്ലേ, എങ്ങനെയാണ് വാക്ക് പുറത്തേക്ക് വരുന്നത്. അതൊക്കെ എന്താ ശക്തി ഉള്ളിൽ നിന്ന് പുഷ് ചെയ്യുന്ന ശക്തി എന്താ?
വൈഖരി വരെ എത്തണ്ടേ? മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇതിനായിട്ട് സമയം ചിലവഴിക്കുന്നുണ്ട്. വെറുതെ യാത്ര ചെയ്യുമ്പോൾ, ബസ്സിലിരിക്കുമ്പോൾ, കാറിൽ പോകുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്നും ആലോചിക്കണ്ട. ഒറ്റയ്ക്ക് ഇങ്ങനെ ബാക്ക് സീറ്റിൽ ഇങ്ങനെ മലർന്ന് കിടന്ന് ഇങ്ങനെ പോകുമ്പോഴേ ഒന്നിങ്ങനെ ആലോചിക്കുക ഭഗവാന്റെ വിഭൂതികൾ. ഈ ട്രെയിനിൽ പോകുമ്പോഴോ സ്ലീപ്പറിലൊക്കെ പൊതുവായിട്ട് പോകുമ്പോൾ, ഈ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഒന്ന് ആലോചിക്കുമോ? എന്തൊരു രസമാണ്. നമ്മളിങ്ങനെ കണ്ണിൽ കാണുകയല്ലേ നമുക്ക് അനുഭവങ്ങൾ ഓരോന്നോരോന്നോരോന്നോരോന്ന്. വേറെ ആരുടെയും കാര്യങ്ങളുടെ കൈയിട്ട് മാന്തണ്ട, അവനവൻ്റെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഭഗവാന്റെ വിഭൂതികൾ എന്നെ എന്തെല്ലാം രീതിയിൽ സഹായിച്ചു ഒന്നാലോചിക്കൂ. ഇതൊക്കെയാണ് സത്സംഗ്. ഇതൊക്കെയും സത്സംഗ് തന്നെയാണ്. ഇത് മാത്രം സത്സംഗം എന്നല്ല ഞാൻ പറഞ്ഞത്, ഇതൊക്കെയും സത്സംഗം തന്നെയാണ്. ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം നമുക്ക്. മനസ്സിലായോ? അടുത്ത നാമം സൂര്യ. അതന്നെ ഒരു നാമമാണ്. ഭഗവാനെ സൂര്യ എന്ന് വിളിക്കും. സൂര്യ മീൻസ് സവിക്കുന്നവൻ. സവിക്കുന്നവൻ മീൻസ് പുറത്തേക്ക് വിടുന്നവൻ എന്നർത്ഥം. സൃഷ്ടിച്ചിട്ട് പുറത്തേക്ക് വിടല്ലേ ഭഗവാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്നവൻ എന്നൊരർത്ഥമുണ്ട് കേട്ടോ. പുഷർ, ഇൻസ്റ്റിഗേറ്റ് ചെയ്യുക, പ്രേരിപ്പിക്കുക. അപ്പോൾ ജഗത്തിനെ ഭഗവാൻ സൃഷ്ടിച്ചിട്ട് പുറത്തേക്ക് വിടുന്നു. ഭഗവാനാൽ കയറിയിരുന്നിട്ട് ഇല്ലേ, കുട്ടികളെ ഇല്ലേ ചാട്ടുമ്പിലൊക്കെ കയറുമ്പോൾ ഒന്നിങ്ങനെ മെല്ലെ ഓടിച്ച് എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഒപ്പം ഓടും ഇല്ലേ, അങ്ങനെയൊക്കെ ഇല്ലേ. സൈക്കിള് ആദ്യം ഒന്ന് ഓടിക്കും, എന്നിട്ട് ടപ്പ് അതിൻ്റെ മുകളിലേക്ക് ചാടിയിരിക്കും. ആ മോട്ടീവ് ഫോഴ്സിൽ അങ്ങനെ പുറ പോകും. അപ്പോൾ ഓടണ സൈക്കിളിലും ഇയാളുണ്ട്, ഇയാൾ തന്നെയാണ് സൈക്കിൾ ഓടിച്ചതും. അതേപോലെ സൃഷ്ടി ഭഗവാൻ നടത്തിയിട്ട് ആ സൃഷ്ടിയിൽ ഭഗവാൻ കയറിയിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യാണ്. ടക്ക 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 ടക്കാന്ന് കുതിരവണ്ടി അല്ലേ, ആലോചിച്ച് നോക്കൂ. അത് പുറത്തേക്ക് വിടുന്നവൻ. ജഗത്ത് മാനിഫെസ്റ്റ്, അൺമാനിഫെസ്റ്റിൽ നിന്ന് മാനിഫെസ്റ്റിലേക്ക് ആക്കുന്നവൻ. അവ്യക്തോ വ്യക്തകാരണം. അവ്യക്ത നിന്ന് വ്യക്തമാക്കുന്നു. വ്യക്തത്തിന് കാരണമാണ് അവ്യക്തൻ. സൂര്യൻ അതുപോലെ രശ്മികളെ പുറത്തേക്ക് വിടല്ലേ ചെയ്യണം, മിണുങ്ങല്ലല്ലോ ചെയ്യണം. സൂര്യരശ്മികൾ എപ്പോഴും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യണം. അതുകൊണ്ട് ഭഗവാന് സൂര്യ, പുറത്തേക്ക് വിടുന്നവൻ, സവിക്കുന്നവൻ. എമിറ്റിംഗ് ഔട്ട് ദി എഫൾജൻസ്. പ്രേരിപ്പിക്കുന്നു എന്നൊരർത്ഥമുണ്ട് സൂര്യ. ഭഗവാൻ മനുഷ്യനെ കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഒരു നിമിഷം കർമ്മം ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്യ കർമ്മകൃത്. ഒരു ക്ഷണനേരം ഒരു മനുഷ്യന് വെറുതെ ഇരിക്കാൻ പറ്റില്ലടോ. തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ അർജുന? ഞാൻ വിപ്ഡ് അപ്പ് ടു ആക്ഷൻ ബൈ ഹിസ് ഓൺ കർമ്മ. അവൻ ചെയ്തിട്ടുള്ള കർമ്മം കൊണ്ട് തന്നെ അവനെ വിപ്പപ്പ് ചെയ്യും ഞാൻ. എൻ്റെ ഇതൊന്നുമല്ല, അവൻ ഹിസ് ഓൺ കർമ്മസ് വിൽ മേക്ക് ഹിം വർക്ക് ത്രൂ മീ. അവൻ്റെ കർമ്മം വെച്ചിട്ട് ഞാൻ അവനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കും. അകർമ്മിയായിട്ട് ഇരിക്കാൻ സമ്മതിക്കില്ല ഞാൻ. ഐ വിൽ ഫോഴ്സ് ഹിം ടു ഡു ഇറ്റ്, റൈറ്റ് ഓർ റോങ്. നേരെ ആയാലും ശരി, നേരെ ആയില്ലെങ്കിലും ശരി, നല്ല വഴിയായാലും ശരി, പൊട്ട വഴിയായാലും ശരി, കർമ്മം ചെയ്തേ പറ്റൂ. അവനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. കാരണം എൻ്റെ കയ്യിൽ അവൻ്റെ ഡൈനാമൈറ്റ് ബോംബ് എൻ്റെ കയ്യിലാണ്. അത് അമർത്തി അവൻ ചെയ്യാണ്ടിരിക്കാൻ നിർത്തിയില്ല അവന്. ബിക്കോസ് ഓഫ് ഹിസ് ഓൺ പാസ്റ്റ് കർമാസ്. അപ്പോൾ പ്രേരിപ്പിക്കുന്നത് ആരാ? അതുപോലെ സൂര്യരശ്മികളല്ലേ സകല ജീവങ്ങൾക്കും ഉത്തേജനം നൽകുന്നത്, കർമ്മം ചെയ്യാനുള്ള ശേഷി നൽകുന്നത്. കർമ്മശേഷി ആരാ തരുന്നത്? ക്രിയാശക്തി ആരാ തരുന്നത് ലോകത്തിന്? എല്ലാ ജഡങ്ങളായിട്ട് രാത്രി കിടന്നുറങ്ങി കാലത്ത് എണീറ്റ സൂര്യൻ്റെ പ്രകാശം ഒന്ന് വരുമ്പോൾ എത്ര എനർജറ്റിക് ആവുന്നു. സസ്യലതാദികൾ, പക്ഷിമൃഗാദികൾ, മനുഷ്യന്മാർ, ആരെ എടുത്ത് നോക്കിയാലും സൂര്യപ്രകാശം കിട്ടാതെ ഉള്ളൊരു വ്യക്തിയും സൂര്യപ്രകാശം കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയും രണ്ടും രണ്ടല്ലേ. ആ പ്രചോദനം ആര് തരുന്നു? ആ ഈശ്വരൻ്റെ ആ എന്താ പറയുക, സൂര്യനാരായണൻ്റെ രശ്മിയിൽ അതിനുള്ള എന്തോ മരുന്നുണ്ട്.
നമ്മളെയൊക്കെ ഉത്തേജിപ്പിക്കാനുള്ളൊരു മരുന്ന്, ഉണർവിനുള്ളൊരു മരുന്ന്, പോസിറ്റീവ് മരുന്ന്, നെഗറ്റീവ് അല്ല കേട്ടോ. എല്ലാവർക്കും കർമ്മശേഷി കൊടുക്കുന്നൊരു എന്തോ ഒരു സംഭവം അതിൻ്റെ ഉള്ളിലുണ്ട്, ഭഗവാന്റെ തേജസ്സിൽ, സൂര്യൻ്റെ കിരണങ്ങളിൽ. അങ്ങനെയുള്ള ശോഭയാണ് സൂര്യ ജനിപ്പിക്കുന്നത്. അതുകൊണ്ട് സൂര്യന് എന്നുള്ള അർത്ഥം നമുക്ക് സൂര്യനെ എടുക്കാം. പ്രേരിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ സൂര്യനെ നമുക്ക് എടുക്കാം, ഭഗവാൻ എന്നുള്ള അർത്ഥത്തിൽ സൂര്യനെ എടുക്കാം. ശരി. സവിത, അടുത്ത നാമം 884. സവിത. സവിത എന്ന് വെച്ചാൽ പ്രസവിക്കുന്നവൻ എന്നാണ് ലിറ്ററൽ ഡിക്ഷണറി മീനിങ്. പ്രസവിക്കുന്നവൻ. ഭഗവാനെ അന്യ ചെയ്യണം, അതന്നെ ചെയ്യണം. പ്രസവം എന്ന് വെച്ചെങ്കിൽ നമ്മൾ ഉടനെ ഗൈനക്കോളജി വാർഡിലേക്ക് ഓടിപ്പോരുത് മനസ്സ്. പ്രസവത്തിൻ്റെ അർത്ഥം, ന്യായമായിട്ടുള്ള അർത്ഥം എടുക്കണം. വിശ്വത്തിനെ അല്ലെങ്കിൽ ജഗത്തിനെ കാര്യരൂപമായി പുറത്ത് വിടുന്നത് കൊണ്ട് ഭഗവാൻ സവിത. ഭഗവാൻ കാരണമാണ്, ഈസ് എ കോസ്. ആ കോസ് എന്താവുന്നു? കാരണമായ വിശ്വത്തിനെ ചമയ്ക്കുന്നു. ദ ഇഫക്റ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ദ കോസ്. എന്നിട്ട് ആ കോസ് എഫക്റ്റിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ ദ കോസ് ബിക്കംസ് ദി ഇഫക്റ്റ്, or effect is full of cause. മനസ്സിലായോ? ഭഗവാന്റെ സൃഷ്ടി, ജഗത്ത് എന്ന് പറയുന്നത് കാരണമല്ല, കാര്യമാണ്. കാരണം എന്താ? ഭഗവാനാണ് കാരണം, ദി അൾട്ടിമേറ്റ്. അതാണ് കാരണം. സർവയോനിസ്ത്വം ആത്മഭൂ. സർവയോനിയാണ്, എല്ലാം വരുന്നത് അവിടെ നിന്നാണ്. ഉത്ഭവസ്ഥാനം അവിടെയാണ്. എല്ലാ സൃഷ്ടിക്കും ഉത്ഭവസ്ഥാനം അവിടെയാണ്. സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് കാര്യമായി, ഇറ്റ് ഹാസ് ബിക്കം ആൻ ഇഫക്റ്റ്. കുടമായി മാറി മണ്ണ്. ആ കുടത്തിൽ നിറയെ മണ്ണ് തന്നെയുള്ളത്, വേറെ ഒന്നുമില്ല അതിൽ. കുട എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മണ്ണുണ്ട്. അപ്പോൾ കുടം എവിടെ നിന്നാണ് വന്നത്? കുടത്തിനെ ആരാ പ്രസവിച്ചത്? മണ്ണ്. സയൻറ്റിഫിക് ലാംഗ്വേജിൽ, കൊളോക്കിയൽ ലാംഗ്വേജിലല്ല. കുടത്തിനെ മണ്ണ് പ്രസവിക്കുക. എന്താണോ ഇതായി പറയുന്നത്? പക്ഷേ തെറ്റിദ്ധരിക്കാതെ. ആഭരണത്തിനെ പ്രസവിച്ചത് ആരാ? സ്വർണം. പാമ്പിനെ പ്രസവിച്ചത് ആരാ? കയറ്. ഇങ്ങനെ പോകാൻ നമുക്ക് വേണമെങ്കിൽ. അപ്പം അത് ആ അർത്ഥത്തിലാണ് സവിത എന്നുള്ള പ്രയോഗം അവിടെ വയ്ക്കാൻ കാരണം. ഭഗവാനും അതേ പ്രയോഗമുണ്ട്, സൂര്യനും ഉണ്ട്, ഭഗവാനും. ഭഗവാന്റെ പേരാണ് സൂര്യനും സവിത എന്നുള്ളൊരു പേരുണ്ട്. കിരണങ്ങൾ പ്രസവിക്കുന്നവൻ, കൊടുക്കുന്നവൻ. മനസ്സിലായോ? അടുത്ത നാമ രവിലോചന. രവിലോചന മീൻസ് സൂര്യൻ കണ്ണായിട്ടുള്ളവൻ എന്നർത്ഥം. രവിലോചനൻ എന്നുള്ള സൂര്യനും ഒരു പേരുണ്ട്. ഭഗവാനും സൂര്യലോചന എന്നുള്ള പേര്, സൂര്യൻ കണ്ണായിട്ടുള്ളവൻ അർത്ഥം. ഭഗവാന്റെ ശിരസ് അഗ്നി ഇല്ലെങ്കിൽ സ്വർഗം, കണ്ണുകൾ സൂര്യചന്ദ്രന്മാർ എന്നാണ് മുണ്ടകോപനിഷത്തിൽ പറയുന്നത്. ശിരസ് അഗ്നി അല്ലെങ്കിൽ സ്വർഗം, ദ ഹയസ്റ്റ് ഹെവൻ. ചെവി സ്പേസ്, കണ്ണുകൾ ചന്ദ്രൻ, സൂര്യൻ. സായിപ്പിന് ഇതൊക്കെ വിരോധാഭാസമായിട്ട് തോന്നാം. എന്താ ഭഗവാന്റെ കണ്ണ് സൂര്യനോ മറ്റേ കണ്ണ് ചന്ദ്രനോ? എന്താ താല്പര്യം എന്താണെന്ന് വെച്ചെങ്കിൽ സൂര്യനും ചന്ദ്രനും പ്രകാശം തരുന്നവരാണ്. കണ്ണിന് പ്രകാശമില്ലാതെ കാണാൻ പറ്റില്ല. ദ പ്രിസൈഡിങ് ഡേറ്റി ഓഫ് ദി ഐ ഈസ് ദ ലൈറ്റ്. ആ ലൈറ്റ് എന്ന് പറയുന്നത് സൂര്യൻ തരുന്നതാണ്, ചന്ദ്രൻ തരുന്നതാണ്.
അതുകൊണ്ടൊന്ന് സൂര്യനൊന്ന് ചന്ദ്രനുമാക്കി. മുകളിൽ വേണമെങ്കിൽ അഗ്നി എന്ന് വെച്ചോളൂ. അവിടെ സ്വർഗം എന്നുള്ള അർത്ഥം കൊടുക്കാം, അഗ്നി എന്നുള്ള അർത്ഥം കൊടുക്കാം. ശിരസ് അഗ്നിയാണ്. ആ അഗ്നിയിൽ നിന്നാണ്, ഭഗവാന്റെ ശിരസിൽ നിന്നാണ് ഒരു ഭാഗത്തു കൂടെ സൂര്യനും ഒരു ഭാഗത്തു കൂടെ ചന്ദ്രനും നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു മെറ്റഫോറിക്കലായിട്ട് എടുക്കണ്ടേ, കവിത്വം അറിയണ്ടേ, കവിത ആസ്വദിക്കാൻ അറിയണ്ടേ. അല്ലാണ്ട് സാഹിബ് പറഞ്ഞ പോലെ നമുക്ക് അർത്ഥമെടുക്കാൻ പറ്റുമോ? അഗ്നിർമൂർധ ചക്ഷുഷി ചന്ദ്രസൂര്യ എന്ന് മുണ്ടകോപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, 2-ാം അധ്യായത്തിൽ. കണ്ണുകൾ പ്രകാശിക്കുന്ന വെളിച്ചത്തിലല്ലേ. കണ്ണുകളുടെ പ്രകാശത്തിന് വെളിച്ചമില്ലെങ്കിൽ കണ്ണ് എന്തിനാ കൊള്ളുക? വെളിച്ചമില്ലെങ്കിൽ രാത്രി കണ്ണുണ്ടായിട്ട് എന്താ കാര്യം? ആകെ കൂരിരുട്ട്. കാണാനില്ലടോ, കണ്ണില്ലടോ, പിന്നെന്താ എനിക്ക് കണ്ട എന്ന് ചോദിച്ചാലോ ഒരാൾ. ഒരു സായിപ്പ് അങ്ങനെ ചോദിച്ചു എന്ന് വിചാരിക്കുക, പൊട്ട സായിപ്പ് അങ്ങനെ ചോദിച്ചു എന്ന് വിചാരിക്കുക. കണ്ണില്ലേ, എനിക്കെന്താ പറയാ കണ്ട രാത്രി? എടോ, കണ്ണ് കാണണമെങ്കിൽ പ്രകാശം വേണം. ബേസിക്, റൂഡമെൻ്ററി, എലിമെൻ്ററി. അതാണ് ഉപനിഷത്തുകൾ പറയുന്നത്. ഉപനിഷത്തുകൾ പറയുന്നതൊക്കെ റൂഡമെൻ്ററിയാണ്. അഗ്നിർമൂർധ ചക്ഷുഷി ചന്ദ്രസൂര്യ എന്ന് ഭഗവാൻ പറയുമ്പോൾ ഭഗവാന്റെ സ്വസ്വരൂപമായ അഗ്നിയിൽ നിന്ന്, തേജസ്സിൽ നിന്ന് ഒരു പ്രകാശം സൂര്യനായിട്ട് പോയി, ഒരു പ്രകാശം ചന്ദ്രനായിട്ട് പോയി. രണ്ടും ഭഗവാൻ കൊടുക്കുന്ന പ്രകാശങ്ങൾ തന്നെയാണ്. സൂര്യന് കുറച്ചൊരു സ്റ്റാറ്റസ് കൂടുതലുണ്ട്. അത് അവൻ്റെ കർമ്മഫലം. അത് ഒരുപാട് കഥയുണ്ട് പറയാൻ പുരാണങ്ങളെടുത്ത് നോക്കുമ്പോൾ അറിയാം സൂര്യദേവൻ എന്തിനാണ് ചന്ദ്രദേവനേക്കാൾ മേലെയായിരുന്നൊക്കെ നമുക്കറിയാം. അത് വേറെ കാര്യം. ഏതായാലും 2 കണ്ണുകളെന്ന് പറഞ്ഞാൽ ഒരു കണ്ണ് സൂര്യനും ഒരു കണ്ണ് ചന്ദ്രനുമാണ്. അതുകൊണ്ട് അങ്ങനെ എഴുതാം. മനസ്സിലായില്ലേ? അപ്പോൾ വിലോചന. അപ്പോൾ അങ്ങനെ 10 നാമം ഇന്നത്തെ നമ്മുടെ കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഈ ശ്ലോകം വളരെ വളരെ പ്രധാനമാണ്. വിഹായസ ഗതിർജ്യോതി എന്ന് പറഞ്ഞാൽ ഈശ്വരനെ പ്രാർത്ഥിച്ച പോലെ ആവാം, സൂര്യനെ പ്രാർത്ഥിച്ച പോലെ ആവാം. നമുക്കൊക്കെ ഷോർട്ട് കട്ടല്ലേ വേണ്ട. എന്ത് ചെയ്താലും അതിനൊരു എക്സ്ട്രാ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഈ 10 ശ്ലോകങ്ങൾ, ഈ 10 നാമങ്ങൾ ഈ ഒറ്റ ശ്ലോകത്തിൽ വായിച്ചാൽ വിഹായസ ഗതിർജ്യോതി സുരുചി ഹുതബുക്ക് വിഭൂ രവി വിലോചന സൂര്യ സവിത രവിലോചന. ഇത് നാമങ്ങൾ ചൊല്ലിയാൽ ഭഗവാനും പ്രത്യക്ഷപ്പെടും, സൂര്യനും പ്രത്യക്ഷപ്പെടും. അപ്പം പിന്നെ നമുക്ക് വലിയ പുലുവലവും. ആരെ ചൂസ് ചെയ്യുക? ഭഗവാനെ ചൂസ് ചെയ്യുക, സൂര്യനെ ചൂസ് ചെയ്യുമോ? രണ്ടാളും പ്രത്യക്ഷപ്പെടും. ഈ 10 നാമങ്ങൾ ചൊല്ലിയാൽ മതി. മനസ്സിലായോ? തമാശ പറഞ്ഞതാണ്. പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. കാണാപ്പാഠം പഠിക്കാൻ പറ്റുമെങ്കിൽ, പറ്റുന്ന ആൾക്കാർക്ക് കാണാപ്പാഠം പഠിക്കുക. ദിവസേന ചെല്ലുന്നത് വളരെ നല്ലതാണെന്നാണ് പഴമക്കാർ പറയുന്നത്. അത് നല്ലൊരു കാര്യമാണ്. കാരണം സൂര്യദേവനെയും പ്രാർത്ഥിക്കും, ഭഗവാനെയും പ്രാർത്ഥിക്കണ പോലെ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ 10 ശ്ലോകം കാണാപ്പാഠം പഠിക്കാൻ നോക്കുക കേട്ടോ എല്ലാവർക്കും. നാളെ നമുക്ക് അടുത്ത ശ്ലോകം കാണാം, അടുത്ത നാമങ്ങൾ നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ നാരായണ രക്ഷിക്കണേ.